ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫിനിക്സ് S5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്, പക്ഷേ വളരെ മികച്ച സ്പെസിഫിക്കേഷൻസോടുകൂടി വരുന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തൊരു ബെല്ലൈക്കൺ അപ്പോൾ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് അവിടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതായത് നമ്മുടെ സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.6 ഇഞ്ചാണ്. അതുപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പഞ്ച് ഹോൾ ക്യാമറയും അതുപോലെ തന്നെ താഴത്തെ സൈഡിൽ നമുക്ക് ചെറിയ ബെസൽസൊക്കെ കാണാൻ സാധിക്കും. എങ്കിലും നമുക്ക് 84% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് MediaTek Helio P22 ഒക്ടാകോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് P22. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 9 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. അത് നമുക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. നമ്മൾ ക്യാമറയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ക്വാഡ് ക്യാമറയാണ് നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതും ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ആദ്യമായി നമുക്കൊരു 16 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ കാണാൻ സാധിക്കും. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സൈഡിലായിട്ട് നമുക്കൊരു ക്വാഡ് LED ഫ്ലാഷും കാണാൻ സാധിക്കും. അതായത് നമുക്ക് ചെറിയ 4 LED ഫ്ലാഷാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് USB Type-C പോർട്ടൊന്നും ലഭിക്കുന്നില്ല. നോർമൽ മൈക്രോ USB പോർട്ടാണ് ലഭിക്കുന്നത്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ റിയർ സൈഡിലാണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഗ്രേഡിയൻ കളറും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ SAR വാല്യൂ വരുന്നത് 0.848 watt/kg ആണ് ഹെഡ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫിനിക്സ് S5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,999 രൂപയാണ് ബേസ് വേരിയൻറ്റ്. അതായത് നമ്മുടെ 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് October 21 ആണ്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫിനിക്സ് S5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.